സൂസനുള്ള മത്സരത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് കർത്താവ് കുറച്ച് പാട്ട് തന്നായിരുന്നു. അല്ലെങ്കിൽ എല്ലാം ഒന്നും ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല, പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. ഒരു 2-3 പാട്ട് കംപ്ലീറ്റ് ചെയ്തു. ആദ്യം ഒരു പല്ലവിയും കുറേ ഒരു സ്റ്റാൻസോടെയൊക്കെ തരുന്നത്. ബാക്കി കേന്ദ്രത്തിൻ്റെ ലാഭവിഹിതം എന്ന് പറയാൻ കുറച്ചേ കാണത്തുള്ളൂ. പിന്നെ എൻ്റെ കൈ നിടുകയാണ്, കർത്താവ് കൊന്നതും കൈ നിട്ടതുമാണല്ലോ. അപ്പോൾ ദൈവവലരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. എല്ലാവരും സുഖമായിരിക്കുന്നത് വിശ്വസിക്കുന്നു. അതിൽ ആദ്യത്തെ ഗാനത്തിലേക്ക് നമുക്ക് പോകാം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിക്കും, അവനിൽ തന്നെ ശരണം തേടും. അനർത്ഥങ്ങൾ വന്നാലോ വീഴില്ല, കഷ്ടങ്ങൾ വന്നാലോ കരകയറും. രണ്ടാമത്തെ സ്റ്റാൻസിൽ പറയുന്നത് 2 പവർഫുള്ളായിട്ടുള്ള ലൈനാണ് കർത്താവ് തന്നത്. എന്ന് പറയാം, ദുഷ്ടനായ സാത്താൻ എൻ മുന്നിൽ മുട്ടുമടക്കും, അവനെന്നും എൻ കയ്യിലെ കളിപ്പാവ കളിപ്പം. എത്ര പേര് പറയും ദുഷ്ടനായ സാത്താൻ എൻ മുന്നിൽ മുട്ടുമടക്കും? നമ്മൾ സാത്താന് മുന്നിൽ മുട്ടുമടക്കാനുള്ളവരല്ല, അവൻ നമ്മുടെ മുന്നിൽ മുട്ടുമടക്കണം. ഈ ലോകത്തെ ജയിച്ചനാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. റോമാ സാമ്രാജ്യത്തിന് ഇമ്പിരിയിൽ മുദ്ര പൊട്ടിച്ചനാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. അപ്പം നമ്മൾ സാത്താനെ ഒരിക്കലും നമ്മൾ ഭയപ്പെടേണ്ട. അവന് സൂചി കുത്താൻ ഇടം കൊടുത്താൽ അവന് ഏക്കറും കൊണ്ട് പോകുന്നവനാണ്. അപ്പോൾ അവൻ അപ്പോൾ കർത്താവ് 2 വാക്ക് തന്നെന്ന് പറഞ്ഞാൽ അവനെന്നും എൻ കയ്യിലെ കളിപ്പാവ കളിപ്പം. എത്ര പവർഫുള്ളായിട്ടുള്ള വാക്കുകളാണ് കളിപ്പാവ കളിപ്പമ്പര്. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് അനേക ടോയ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അല്ലെങ്കിൽ ടോയ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളായിക്കോട്ടെ, എല്ലാം റിമോട്ട് കൺട്രോളിങ്. എത്ര റിമോട്ട് കൺട്രോളിങ് എന്ന് പറഞ്ഞ് നമ്മളത് അനക്കാതെ വെച്ചാൽ അതൊരിക്കലും ആക്ടിവേറ്റ് ആകത്തില്ല. പിന്നെ എന്ത് ചെയ്യണം? നമ്മുടെ കയ്യിലിരിക്കുന്ന റിമോട്ടിൽ നമ്മൾ ഇത് ആക്ടിവേറ്റ് ആകാൻ, ഓൺ ആകാൻ ഈ റിമോട്ടിൽ ഏത് ബട്ടൺ പ്രസ് ചെയ്തണോ ആ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ ഇത് വർക്കാകുള്ളൂ. നമുക്കറിയാം. അതുപോലെയാണ് നമ്മുടെ കയ്യിലാണ് ഈ സാത്താൻ്റെ കൺട്രോളിങ് എന്നാണ് കർത്താവ് പറയുന്നത്. എത്ര പേര് വിശ്വസിക്കുന്നു? ഇത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഇതിൽ വിടുതൽ കിട്ടും. അടുത്ത സ്റ്റാൻസ് പറയുന്നത് ശത്രുവിൻ തീയമ്പിൻ വില്ലൊടിച്ചിടും. ശത്രുവിന് നമ്മുടെ ശത്രുവെന്ന് മനുഷ്യരല്ലേ, ദുഷ്ട സാത്താനാണ് നമ്മുടെ ശത്രു എന്ന് പറയുന്നത്. ഈ ദൈവത്തിനും മനുഷ്യർക്കിടയിൽ ഒരു സെപ്പറേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് അവൻ്റെ പ്രധാന ജോലി. ദൈവമകളെ തമ്മിൽ തെറ്റിക്കുക, ഭിന്നിപ്പുണ്ടാക്കുക, ഇതാണ് അവൻ്റെ പ്രധാനപ്പെട്ട ജോലി. അപ്പോൾ ഇതിനൊന്നും വശംവദരാകാതെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ, ഈ സാത്താനെ എതിർത്തെടുക്കാനുള്ള ദൈവകൃപ പ്രാപിക്കാനുള്ള കൃപ എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആദ്യ ഗാനത്തിലേക്ക് പോകാം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിക്കും, അവനിൽ തന്നെ ശരണം തേടും. അനർത്ഥങ്ങൾ വന്നാലോ വീഴുകില്ല, കഷ്ടങ്ങൾ വന്നാലോ കരകയറും. ദൈവകൃപയിൽ ഞാൻ ആശ്രയിക്കും, അവനിൽ തന്നെ ശരണം തേടും. അനർത്ഥങ്ങൾ വന്നാലോ വീഴുകില്ല, കഷ്ടങ്ങൾ വന്നാലോ കരകയറും. ദൈവകൃപയിൽ ഞാൻ ആശ്രയിക്കും, അവനിൽ തന്നെ ശരണം തേടും. അനർത്ഥങ്ങൾ വന്നാലോ വീഴുകില്ല, കഷ്ടങ്ങൾ വന്നാലോ കരകയറും. ദൈവകൃപയിൽ ഞാൻ ആശ്രയിക്കും. ദുഷ്ടനാം സാത്താൻ എൻ മുന്നിൽ മുട്ടുമടക്കും, അവനെന്നും എൻ കയ്യിലെ കളിപ്പാവ കളിപ്പമ്പരം. ദുഷ്ടനാം സാത്താൻ എൻ മുന്നിൽ മുട്ടുമടക്കും, അവനെന്നും എൻ കയ്യിലെ കളിപ്പാവ കളിപ്പമ്പരം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിക്കും, അവനിൽ തന്നെ ശരണം തേടും. അനർത്ഥങ്ങൾ വന്നാലോ വീഴുകില്ല, കഷ്ടങ്ങൾ വന്നാലോ കരകയറും. ദൈവകൃപയിൽ ഞാൻ ആശ്രയിക്കും, അവനിൽ തന്നെ ശരണം തേടും. അനർത്ഥങ്ങൾ വന്നാലോ വീഴുകില്ല, കഷ്ടങ്ങൾ വന്നാലോ കരകയറും. ദൈവകൃപയിൽ ഞാൻ ആശ്രയിക്കും. ശത്രുവിൻ തീയമ്പിൻ വില്ലൊടിച്ചിടും, ഒരു വഴിയായി കയറി വരും, 7 വഴിയായി ചിതറിയോടും. ശത്രുവിൻ തീയമ്പിൻ വില്ലൊടിച്ചിടും, ഒരു വഴിയായി കയറി വരും, 7 വഴിയായി ചിതറിയോടും. ദൈവകൃപയിൽ ഞാൻ
അവനിൽ തന്നെ ശരണം തേടും. അനർത്ഥങ്ങൾ വന്നാലോ വീഴുകില്ല, കഷ്ടങ്ങൾ വന്നാലോ കരകയറും. ദൈവകൃപയിൽ ഞാൻ ആശ്രയിക്കും, അവനിൽ തന്നെ ശരണം തേടും. അനർത്ഥങ്ങൾ വന്നാലോ വീഴുകില്ല, കഷ്ടങ്ങൾ വന്നാലോ